ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി എന്ത് വീഡിയോ ചെയ്യണമെന്ന് രണ്ട് സബ്ജക്റ്റാണ് മനസ്സിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഒന്ന് നമ്മുടെ ഇറാൻ ഇസ്രായേൽ യുദ്ധം. അപ്പം ഇറാൻ യുദ്ധത്തെ പറ്റി കഴിഞ്ഞ വീഡിയോ, ലാസ്റ്റ് വീഡിയോ അതിനെ പറ്റിയായിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം വിചാരിച്ചു ഓക്കെ, ആൾക്കാർക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള ഒരു വിഷയം. അതും ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ രണ്ട് വിഷയമാണ്. അത് നമ്മുടെ സഞ്ജു സാംസനെ പറ്റിയുള്ള ഒരു വീഡിയോ. സഞ്ജു സാംസനെ പറ്റി നമ്മൾ 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. 3-4 അല്ല, 5 വീഡിയോ ചെയ്തു. അപ്പം അന്ന് ചെയ്തപ്പം ആർക്കെങ്കിലും എന്തിനാണ് ഈ ശിവരാളിനെ പറ്റി ഇത്രയും വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ച ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടിന് ഒരു 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 ആൻസർ ആണ് ആക്ച്വലി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ടുകൂടെയാണ് വീഡിയോ ചെയ്തത്. അത് തന്നെയല്ല, രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ സഞ്ജു സാംസനെ പറ്റി ചെയ്ത ലാസ്റ്റ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു അയാൾക്ക് സംഭവിച്ച അന്ന് സംഭവിച്ചത് വേറെ ഒരു കാരണമായിരുന്നു. അതായത് ടീമിൽ നിന്ന് പുറത്താക്കി അയാൾ എല്ലാം എടുക്കാതെ പിന്നെ തിരികെ വന്ന് വേൾഡ് കപ്പിലെ പിന്നെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അയാൾക്ക് നമ്മുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് എത്ര അവിചാരിതമായിട്ടായിരിക്കും എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമുക്കറിയാം എന്ത് സംഭവിച്ചു. വേൾഡ് കപ്പിലെടുത്തെങ്കിലും ഈ ന്യൂസിലൻഡ് സീരീസിലെ പുള്ളി അമ്പേ പരാജയമായതുകൊണ്ട് ഇവർ ശരിക്കും പുള്ളിയെ ബെഞ്ചിൽ ഇരുത്തുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്ലേയിങ് ലെവൻ ഇല്ലായിരുന്നു. അപ്പം എന്താ സംഭവിച്ചത്? എല്ലാരും വിചാരിച്ചു സഞ്ജു സാംസൺ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ തന്നെ ഈ ബെഞ്ചിലിരുന്ന് ഒരു കളി പോലും കളിക്കാതെ ഇങ്ങനെ പോരുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും വിശ്വസിച്ചത്. ഒരു കാര്യം അതിനുള്ള സാധ്യതയില്ല. കാര്യം ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരൊക്കെ ഒരു നന്നായിട്ട് ഇഷാൻ കിഷൻ വന്നിട്ട് തകർപ്പൻ പോകുന്ന, അഭിഷേക് ആണെങ്കിൽ നല്ല ഫോമിലായിരുന്നു ആ സീരീസിൽ. അങ്ങനെ എല്ലാരും പിന്നെ ഏത് ചില കളിയാക്കി കഴിഞ്ഞ പ്രാവശ്യം സൂര്യകുമാർ യാദവ് ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് തമാശ അല്ല, കളിയാക്കി തന്നെയാണ് പറഞ്ഞത് സഞ്ജു സാംസനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന്. എവിടെ ഉൾപ്പെടുത്താനാണ്? അഭിഷേകിനെ മാറ്റണം, തിലക് വർമ്മയെ മാറ്റണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം. ഇഷാൻ കിഷനെ മാറ്റണം ചോദിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല. അന്നത്തെ പുള്ളിയുടെ ആ ഒരു കളി ഇതായിരുന്നു. അപ്പം അങ്ങനെ കളിയാക്കി ചോദിച്ച സൂര്യകുമാർ യാദവ് കഴിഞ്ഞ കളികളിലൊക്കെ പിന്നെ ബൗ ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയാണ് നടന്നത്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാല് ഞങ്ങള് ആക്ച്വലി സഞ്ജു സാംസനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തതിന്റെ ഒരു കാരണം ഒരു ഫീലിംഗ്, ഒരു ഇൻഡ്യൂഷൻ അല്ല, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആക്ച്വലി അതിന് ഒരു കഴിവുള്ള മനുഷ്യനാണെന്ന്, ആ കഴിവിനെ ഉപയോഗിക്കാൻ ശരിക്കും അവസരം കിട്ടാതെ ഒത്തിരി നിഷേധിക്കപ്പെട്ട് ഒത്തിരി പിന്നെ അത് 10 വർഷമായിട്ട് നഷ്ടപ്പെട്ടു. നമ്മളിപ്പോ ആലോചിച്ച് നോക്കിയാല് ഈ മറ്റുള്ള കളിക്കാർക്കൊക്കെ, അതായത് ഈ ഒരു T20 മെറ്റീരിയലിൽ പോലും അല്ലാത്ത പന്തിനും ഒക്കെ കൊടുത്ത ഓപ്പർച്യൂണിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ലാസ്റ്റിൽ നമ്മുടെ ഗില്ലിനോടെ T20 പ്ലെയർ, പക്ഷെ എന്തിലും എത്ര നാൾ പരീക്ഷിച്ച് നോക്കിയിട്ട് പിന്നെ മാർഗമില്ലാതാണ് മാറ്റിയത്. അപ്പൊ അങ്ങനെ ഗില്ല് വന്ന് പിന്നെ ഓപ്പണിംഗ് സ്ഥാനം സഞ്ജുവിന് നഷ്ടമായതും പിന്നെ വേറെ പല പൊസിഷനിലിട്ട് തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയതിന്റെ ഫലമായിട്ടാണ് ന്യൂസിലാൻഡ് മാച്ചിൽ പുള്ളിക്ക് ശോഭിക്കാതെ പോയെന്നുള്ളതാണ്. അപ്പൊ അതോടുകൂടി പുള്ളിയുടെ കാരിയർ ഏതാണ്ട് അവസാനിച്ച് ലാസ്റ്റ് പിന്നെ മാച്ചാണ് റിട്ടയർ ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലാണ് ട്രോളുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പല രീതിയിൽ ഒരു 10 വർഷം ഈ ശരിക്കും മറ്റുള്ള കളിക്കാർക്കൊക്കെ കിട്ടിയ രീതിയിൽ ഒരു ലോങ് റോപ്പ്, അതായത് കുറച്ച് കളിക്കാനുള്ള ഒരു അവസരം, അതായത് 1-2 മാച്ചുകള് പിന്നെ സ്കോർ ചെയ്തില്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലാന്നും പറഞ്ഞ് തട്ടിക്കളയും. ഇപ്പം അങ്ങനെയാണെങ്കിൽ എത്ര കളിക്കാരെ നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു റോപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന സഞ്ജു സാംസണിനേക്കാളും ഭയങ്കരമായിട്ടൊരു താരമായി മാറിയതാണ്. ഓൾറെഡി ആയിട്ട് വരുന്നത് മേ ബി ഒരു നല്ല നമ്മൾ ആരാധിക്കുന്ന, അല്ലെ നമ്മള് ഭയങ്കര ഐക്കോണായിട്ട് ലെജൻഡായിട്ട് പോയി കണക്കാക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റ്സ്മാൻ ആണുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. അപ്പൊ അത് ഇപ്പോഴാണെങ്കിൽ പോലും അത് പുള്ളി അത് ഒരുവിധ സ്വായത്തമായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എങ്കിലും പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷന്റെയും അതിനകത്തെ പൊളിറ്റിക്സും അതിനകത്തെ
പക്ഷപാതങ്ങളും പവർ ഉള്ള ആൾക്കാരുടെ തലമുടികളൊക്കെ വെച്ചിട്ട് ഇനിയും ഏതെങ്കിലുമൊക്കെ മാറ്റുകളിലൊക്കെ കുറച്ച് ഇത് ചെയ്ത് അപ്പൊ ഇനിയിപ്പോ അത്ര ഈസി ആയിട്ട് എടുത്തു കളയാൻ പറ്റും. ഒരു മാച്ചോ രണ്ട് മാച്ചോ പിന്നെ പുള്ളി ഫ്ലോപ്പ് ആയതുകൊണ്ട് മാത്രമേ എത്ര എളുപ്പത്തിൽ പണ്ടത്തെ പോലെ കളയാൻ പറ്റത്തില്ല. ബിക്കോസ് സഞ്ജു സാംസന്റെ കഴിഞ്ഞ രണ്ട് കളി, അതായത് വെസ്റ്റ് ഇൻഡീസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള കളിയും ഈ സെമി ഫൈനൽ കളിയും കണ്ട് ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലൊക്കെ എന്തൊരു രീതിയിലാണ് സഞ്ജു സാംസൺ ചെയ്യുന്നത്. അപ്പം മറ്റുള്ള കളിക്കാർ, മറ്റുള്ള പുറത്തുള്ള കളിക്കാർക്ക് അപ്പൊ ഇനി അതത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായതുകൊണ്ട് ആണ് സത്യം. അതുകൊണ്ട് തന്നെ മറ്റുള്ള കളിക്കാർ, അതായത് പുറത്തു പോയവരും അകത്ത് കയറാൻ വെയിറ്റ് ചെയ്യുന്നവരുമായ പല കളിക്കാരുടെയും പിആറുകള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിഷമത്തിലാണ്. വിഷമം ഒരുതരം സഞ്ജു സാംസന്റെ ആ ഒരു പൊസിഷൻ അയാൾ സീൻ ചെയ്തു എന്നുള്ള ഒരു അവസ്ഥയായി. ഇനി ആ ഒരു പൊസിഷനിലേക്ക് ഒരു വേറെ ആളെ നോക്കുക എന്ന് പറയുന്ന അടുത്ത സമയങ്ങളിലൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതാണ് ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ അതായത് സഞ്ജു സാംസന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അതില് ഈ പ്രഷറിലാണ് എപ്പോഴും കളിച്ചത്. അതായത് ഈ മാച്ചിലെ പിന്നെ നന്നായി സ്കോർ ചെയ്തേ അടുത്ത മാച്ചിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ഉണ്ടാകുമെന്ന് സംശയമുള്ള ഒരു പ്രഷറിലാണ് ആ മനുഷ്യൻ കളിക്കുന്നത്. അതാണ് ഇപ്പം തന്നെ ഈ രംഗു സിംഗിന്റെ ഫാദറിന്റെ അസുഖം മൂലം രംഗു സിംഗിന് മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസന് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അത് അയാളുടെ പൊട്ടൻഷ്യലും അയാളുടെ കഠിനാധ്വാനവും അയാൾ പറഞ്ഞത് ഈ ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസിന് ശേഷം ഫ്ലോപ്പ് ആയതിനു ശേഷം ബെഞ്ചിലിന് ശേഷം സോ അപ്സെറ്റ് ആയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഹീസ് went and did homework, reached out to a lot of other people, his mentors, coaches, അവരുടെ ഇതെടുത്തു. So he was telling, ഓരോ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം ഔട്ടായി, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. സോ എല്ലാത്തിൽ നിന്നും ഒരു റിട്രീറ്റ് ചെയ്ത്, ഒരു ഫോക്കസ് ചെയ്ത്, സോ ഹി വർക്ക്ഡ് ഓൺ ഹിസ് വീക്ക്നെസ്സസ്. അതിനുവേണ്ടി he was actually working on different types of pitches create ചെയ്ത്, different types of variations, types of spinning, bowlers ഒക്കെ അതെല്ലാം പരീക്ഷിച്ചാണ് he came back. ഒരു ഭയങ്കര ഒരു came back, അതായത് ഒരു വണ്ടർഫുൾ ബ്രേക്ക് എന്ന് പറയും. കാര്യം ഒരു പകുതി ഒരു ഫെയ്റ്റ് അല്ലെങ്കിൽ ഗോഡ് ഗിഫ്റ്റ് അല്ലെങ്കിൽ whatever you call it, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ആ ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഇത് കൊടുക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ബെഞ്ചിലിരുന്ന ഒരാൾ തിരിച്ചു വന്നിട്ട് ആ കഴിച്ച രണ്ട് കളിയിലും, അതും നമ്മുടെ സൂപ്പർ 8 വെസ്റ്റ് ഇൻഡീസിനുള്ള കളി എന്ന് പറഞ്ഞാൽ ഡു ഓർ ഡൈ ആയിരുന്നു. അതായത് ആ കളി ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഔട്ട് ആവുമായിരുന്നു ഈ ടൂർണമെന്റിൽ. അപ്പൊ ആ കളി ജയിപ്പിച്ചത് സഞ്ജു സാംസൺ തന്നെയാണ്. അതിനകത്തും പിന്നെ കുറച്ച് ക്രെഡിറ്റ് മാറ്റാൻ വേണ്ടി ദുബൈയുടെ 2 4 ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ നമ്മുടെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അത് ഈ 2 4 പിന്നെ അടിക്കാൻ പറ്റത്തില്ലായിരുന്നു സഞ്ജു സാംസൺ. ഇത്രയും സ്ലോ അടിച്ചു അടിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളി അടിച്ചേനെ. മേ ബി അങ്ങനെ അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സഞ്ജു സാംസണ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സെഞ്ചുറി കിട്ടിയതാണ്. സോ അപ്പൊ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം, ഒരു കളി ജയിച്ചത് ചേസ് ചെയ്താണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതായത് ചേസിംഗ് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയൊക്കെയാണ് ചേസ് മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ചേസ് ചെയ്തതും രണ്ടാമത്തെ കളി ആദ്യം കളിച്ച് ആദ്യത്തെ ഇന്നിങ്സ് കളിക്ക് അതിന് നല്ല സ്കോർ ഉണ്ടാക്കുകയും സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന 2 റോളാണ് കളിച്ചത്. 2 റോളിലും ഹി കുഡ് ആക്ച്വലി റിസീവ്. രണ്ടാമത്തെ കളിയിൽ ഒരു ചാൻസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പോലും കുറെ നാളായിട്ട്, അതായത് എസ്പെഷ്യലി കഴിഞ്ഞ സീരീസിലൊക്കെ ആർച്ചർ ആയിരുന്നു സഞ്ജുവിന്റെ കാരിയറിൽ തന്നെ ഒരു തകർച്ച ഉണ്ടാക്കാൻ കാരണക്കാരനായിരുന്നു. ആ ആർച്ചറെ ഈ പ്രാവശ്യം സെമിയിലെ സഞ്ജു ട്രീറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഒരു ഭയങ്കരമായ പ്രഹരമായിരുന്നു ആക്ച്വലി. അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന സഞ്ജു സാംസണ്. പിന്നെ രണ്ടാമത്തെ കാര്യം സെൽഫ്ലെസ്. ഈ രണ്ട് കളികളിലും വേണമെങ്കിൽ സഞ്ജു സാംസണ് മറ്റുള്ള പല കളിക്കാരും ചെയ്യുന്നത് പോലെ സെഞ്ചുറി അടിക്കാമായിരുന്നു. പക്ഷെ ഈ ഡു ഇറ്റ്. ഈ പ്ലേറ്റ് ഫോർ ദ ടീം, മനസ്സിലായി. അല്ലെങ്കിൽ കുറെ ബോളുകൾ ഈറ്റ് ചെയ്ത് പിടിച്ച് ചെയ്യുന്ന അങ്ങനെ സ്ലോ ആയിട്ട് കളിച്ച് ഹി കുഡ് ആക്ച്വലി ഡു ദാറ്റ്. ഹി നെവർ ഡസ് ദാറ്റ്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അപ്പം എപ്പോഴും ടീമിന് വേണ്ടി കളിക്കുകയും ടീമിന്റെ അജണ്ട അനുസരിച്ച് കളിക്കുകയും ചെയ്യുന്നത് കളിക്കാനാണ്. അപ്പം പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഇതൊരു നമ്മള് എന്തിൽ വിശ്വസിക്കുക, ദൈവത്തിലാണ് എന്തിൽ വിശ്വസിക്കാണ്, അത് നമ്മൾ ചെയ്യുന്ന അല്ലെ നമ്മുടെ പെർസിസ്റ്റൻസ്, നമ്മുടെ പേഷ്യൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഹാർഡ് വർക്കിനൊക്കെ ഒരു ഫലം ഉണ്ടാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ, അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത, എനിക്ക് സഞ്ജു സാംസൺ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഓപ്പർച്യൂണിറ്റി വരും. അതൊരു ഭയങ്കര ഒരു 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 എന്താ പറയുക, എന്ത് വിശ്വാസമായാലും അതൊരു ഭയങ്കര ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അത് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് മാത്രം കാര്യമല്ല, കിട്ടിയത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ, അത് അയാളുടെ കഴിവാണ്. അയാളുടെ കഴിവെന്ന് പറഞ്ഞാൽ അത് ആ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനും വീക്ക്നെസ്സുകൾ വർക്ക് ചെയ്യാനും മറ്റുള്ള തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാനും ഒക്കെ ചെയ്ത ഒരു വർക്കിന്റെ ഫലമാണ്. ഹി വർക്ക് ഓൺ ഹിസ് പ്രോബ്ലംസ്. ആക്ച്വലി പല ആൾക്കാരും കാണിച്ച ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഷോർട്ട് സെലക്ഷന്റെ ഇഷ്യൂസ്, ചില പേഷ്യൻസിന്റെ ഇഷ്യൂസ്, പിന്നെ അത് തന്നെ കളിയിലെ ഏറ്റവും കണ്ടുവന്ന ഒരു മെച്യൂരിറ്റി ഉള്ള കളിക്കാരനെ. പിന്നെ രണ്ടാമത്തെ കാര്യം, അച്ചീവ്മെന്റ് ചെയ്തപ്പോൾ പല ആൾക്കാരും ചൂണ്ടിക്കാട്ടിയതുപോലെ ആദ്യം രോഹിതിനെ പോലെ, അതായത് ആദ്യത്തെ ഓവറുകളിലും സൂപ്പർ ഓവറിലൊക്കെ, പിന്നെ രണ്ടാമത്തെ സ്റ്റഡി ചെയ്യുന്ന മിഡിൽ ഓർഡറുകളിലെ കോഹ്ലിയെ പോലെ കൺസോൾഡേറ്റ് ചെയ്യും, പിന്നെ ധോണിയെ പോലെ ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നത് മൂന്ന് രീതിയിലുള്ള കളിയായിരുന്നു. മൂന്ന് രീതിയിലുള്ള കളിയായിരുന്നു. അതായത് ആ മാച്ചിന് അങ്ങനെ ആവശ്യമായ രീതിയിലുള്ള ഒരു കളി കളിച്ച് എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ സ്കോർ, ഇറ്റ് ഇസ് ലോട്ട് ഓഫ് തിങ്സ് ആക്ച്വലി. അതായത് എങ്ങനെ കളിക്കണം. ഇപ്പൊ ഒരു പല ആൾക്കാരും പറഞ്ഞ പോലെ ഈ സഞ്ജു സാംസന്റെ ആ ഇന്നിങ്സ് ഈ കോച്ചുകൾക്കൊക്കെ ഒരു കേസ് സ്റ്റഡി, അതൊരു ഇതാണ്. കാര്യം പല ആൾക്കാർ പാകിസ്ഥാനിലെ ടീമുകളൊക്കെ പറയുന്ന അവര് ഇതൊക്കെ ആക്ച്വലി നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണം. അതുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ക്രിക്കറ്റിന് മാത്രമല്ല, ഏത് രംഗത്തായാലും ഒരാൾക്ക് എങ്ങനെ പെർസിസ്റ്റൻസ്, റിസൈലൻസ്, പേഷ്യൻസ്, ഹാർഡ് വർക്ക്, പിന്നെ എന്താ പറയുന്നത്, അതിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ കൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഒരു താണ്ടുപോയ ഒരു കുഴിയിൽ നിന്നും പൊങ്ങി വന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരികെ വന്ന് വിജയിക്കാൻ പറ്റും. ഇപ്പൊ അറിയത്തില്ല, ഇനിയിപ്പൊ ഞാൻ ഈ വീഡിയോ ഇന്ന് ഞങ്ങൾ ചെയ്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല്, നാളത്തെ ഫൈനലിന് മുമ്പ് തന്നെ ഇത് പോട്ടെന്ന്, ഫൈനലിൽ കഴിയുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. ഫൈനലിൽ ചിലപ്പം അറിയത്തില്ല, സഞ്ജു സാംസൺ വളരെ ലോ സ്കോറിൽ പോവാം, പക്ഷേ ചിലപ്പോൾ നല്ല സ്കോർ കിട്ടാം. ഇപ്പൊ ഓൾറെഡി 4 കളിയിൽ 2 മാൻ ഓഫ് ദ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് തന്നെയെല്ലാം ടൂർണമെന്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിലെ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു നോമിനേഷൻ ICCയുടെ സഞ്ജു സാംസൺ ആണെന്നുള്ളത് പറയും. ചിലപ്പോൾ അത് നാളത്തെ കളിയിൽ നന്നായിട്ട് കളിച്ചാൽ ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 2 പോറ്റിയും കിട്ടിയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ അപ്പൊ അത് നമുക്ക് നാളെ കാണാം. എങ്കിലും ഇപ്പൊ നാളെ ഇപ്പൊ സഞ്ജു സാംസൺ ഒത്തിരി ഫാൻസ് ഉള്ള പോലെ തന്നെ ഒത്തിരി ഡിട്രാക്ടേഴ്സും ഒത്തിരി എതിരാളികളുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. പുള്ളിയുടെ കളറിനെ, പുള്ളിയുടെ കാസ്റ്റിനെയും, പുള്ളിയുടെ സംസ്ഥാനത്തെ രജനിയൊക്കെ കളിയാക്കുകയും ഒക്കെ ചെയ്യുകയും ട്രോൾ ചെയ്യുകയും, എന്തെങ്കിലും ഒരു പാവപ്പെട്ട, ഇപ്പം തന്നെ ഇന്നലത്തെ കളിയിലെ ഒരു ചാൻസ് കൊടുത്തു, 15-ൽ പോയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ. നാളത്തെ കളിയൊക്കെ പോയി കഴിഞ്ഞാൽ 2 ഫ്ലൂക്ക്. ആദ്യത്തെ കളി വന്നപ്പോൾ തന്നെ ഫ്ലൂക്കാണെന്ന് പറയും. ഫ്ലൂക്കാണെന്ന് പറയുന്നത് ഇയാളാണ് 3 സെഞ്ചുറി മേടിച്ചിട്ടുള്ള T20. അതില് 2 സൗത്ത് ആഫ്രിക്കയൊക്കെ അടിച്ചാണ്. അത് സൗത്ത് ആഫ്രിക്കയുടെ പിച്ചിലാണെന്ന് പറയുന്നത്. ആ ആളിനെയാണ് ആക്ച്വലി ഇപ്പോഴും ഫ്ലൂക്കാണ്, സ്ലോഗർ ആണെന്നൊക്കെ പറയുന്നത്. He's actually a technique. പല ആൾക്കാരും പറയുന്നത് he should get chance in ODI. ODIയിൽ also he had century against South Africa on South African soil. അപ്പൊ അതുകൊണ്ട് ഈവൻ ടെസ്റ്റിൽ പോലും കളിക്കാനുള്ള ടെക്നിക്കും കേപ്പബിലിറ്റി ഉണ്ടെന്നാണ്. ഓക്കെ, എനിവേ നാളത്തെ ഫൈനലില് എല്ലാവർക്കും ഇന്ത്യക്ക് ജയം ഉണ്ടാകട്ടെ. അതിൽ എല്ലാവരും കളിക്കട്ടെ. സഞ്ജു സാംസൺ പറയുന്ന പോലെ അതിലൊരു നല്ലൊരു ഹ്യൂമാൻ വിഷമം കൂടെ ഉണ്ടാക്കി. ഇപ്പം തന്നെ ഈ ലാസ്റ്റിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് വാങ്ങിച്ചപ്പോ സഞ്ജു പറഞ്ഞത്, ഇത് എനിക്കല്ല ബുംറയ്ക്കാണ് കിട്ടേണ്ടത്, ബുംറയെ അത് കളി ജയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല.
ഈ ബുംറയാണെങ്കിൽ അതിന് മുമ്പത്തെ കളിയിൽ സഞ്ജു സാംസന്റെ ഇന്നിങ്സിനെ പറയാതെ പിന്നെ ദുബൈയുടെ 2 ഫോർ കൊണ്ടാണ് കാരണം ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ വേണം അത്. അങ്ങനത്തെ അതായത് ഇപ്പൊ തന്നെ അഭിഷേക് വളരെ മോശമായ ഇതിൽ കൂടാണ് പോകുന്നത്. പക്ഷെ സഞ്ജു സാംസൺ പറഞ്ഞ് ഫൈനലി ഹി വിൽ കം ബാക്ക് എന്ന് പറയുന്നത്. കാരണം ഹി നോസ് ദ പെയിൻ ഓഫ് ദിസ് ബാക്ക് ഫോം, റൈറ്റ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതല്ല, ഹി ഓൾവേസ് ഇത് ടീം ആളാണ്. അതിന്റെ നമുക്കറിയാം ഈ കഴിഞ്ഞ കളിയിലൊക്കെ ഹൗ ഹി ഹാഡ് വരൻ ചക്രവർത്തി ആൻഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ബിനോയ്. ബട്ട് എനിവേ, സോ ഓൾ ദ ബെസ്റ്റ് ടു ദ ടീം ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു സഞ്ജു സാംസൺ ടു. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ അറ്റ് അഹമ്മദാബാദ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ പറ്റി കമന്റ് പറയുക. ബോറിംഗ് ആണോ, ലെങ്തി ആണോ, സബ്ജക്ട് ഇതാണ്, എന്താണ് നിങ്ങൾക്ക് താല്പര്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം പല ആൾക്കാരൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയിൻ ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ആണ്. അങ്ങനെയുണ്ട്. കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us. See you soon with another video.